ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. എപ്പോഴും വീഡിയോ ഇടാൻ സമയം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പിന്നെ വാപ്പിച്ചിയുടെ കാര്യം പറയാൻ കേട്ടോ. അപ്പം ഈ ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ മറുപടി തരുന്നത്. ചില കമൻറ്റ് ഞാൻ കണ്ടു, അങ്ങനെ ഒരു ചോദ്യം കമൻറ്റ് ബോക്സിൽ കണ്ടില്ലല്ലോ എന്ന്. ഞാൻ നുണ പറയുന്നതല്ല, കമൻറ്റിൽ ഉള്ളതിന് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരുന്നത്. കാരണം നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അത്രയും പ്രതീക്ഷയോടെ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉള്ള സത്യമായിട്ടാണ് പറയുന്നത്, കമൻറ്റിലുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വാപ്പിച്ചിയെക്കുറിച്ച് പറയാൻ. വാപ്പിച്ചി അന്നൊരു വീഡിയോ ഇട്ട് അന്ന് തന്നെ വാപ്പിച്ചി കണ്ടതോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് വാപ്പിച്ചിയെക്കുറിച്ച് തന്നെ പറയാമെന്ന് തീരുമാനിച്ചു. അന്ന് ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, വാപ്പിച്ചി ഞങ്ങളെ ഇട്ട് പോയിട്ട് വാപ്പിച്ചിക്ക് ഒരു വിഷമം തോന്നിയില്ലേ, എന്താണ് വാപ്പിച്ചി പിന്നെ ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ചെറിയൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ എനിക്ക് വാപ്പിച്ചിയുടെ മോൻ്റെ, അതായത് വാപ്പിച്ചി എന്നെ പ്രസവിച്ച് 28ൻ്റെ ദിവസം വാപ്പിച്ചി ഞങ്ങൾ ഇട്ടിട്ട് പോയതാണ്. ഞങ്ങൾ 3 പെൺപിള്ളേരാണെന്നും പറഞ്ഞിട്ടാണ് ഇട്ടിട്ട് പോയത്. അന്ന് ഇട്ടിട്ട് പോയിട്ട് പിന്നെ പുള്ളിയുടെ ഒരു വിവരം ഇല്ലായിരുന്നു. പിന്നെ അന്നൊക്കെ ആണെങ്കിൽ അന്വേഷിക്കാനും ആൾക്കാരില്ലായിരുന്നു. ഇപ്പം 45 വർഷമായിട്ടോ വാപ്പിച്ചി പോയിട്ട്. അന്വേഷിക്കാനും ആൾക്കാരില്ല. വാപ്പിച്ചിക്ക് ഏട്ടനും അനിയനൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും ഇത്ര കാര്യമാക്കിയില്ല, അന്വേഷിച്ചില്ല. ഞങ്ങൾ 3 പെൺപിള്ളേർ, നിങ്ങൾക്കറിയാലോ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്ന് അതെല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ. അങ്ങനെ വർഷങ്ങളായി. 2014 ഞാൻ നാട്ടിലുള്ള സമയത്ത്, എൻ്റെ ഹസ്ബൻഡും ഞാനൊക്കെ ഉള്ള സമയത്ത് വാപ്പിച്ചി വന്നെന്ന് ഞങ്ങൾക്കൊരു വിവരം കിട്ടി. എന്നിട്ട് അപ്പം ഞാനും നെസ്സിയും നെസ്സി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്ത, സുബി എൻ്റെ ഇത്ത, ഞാനും കൂടെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ വാപ്പിച്ചിനെ കണ്ടിട്ടില്ല, ഞങ്ങൾക്കൊന്ന് വാപ്പിച്ചിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നേരം പറഞ്ഞു, എന്നാൽ നമുക്ക് പോകാം, എവിടെ സ്ഥലം പറയുകയാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് മാത്രമേ വണ്ടിയുള്ളൂ. അപ്പം ഞങ്ങൾ അന്ന് എൻ്റെ ഇത്താടെ മോളുടെ കല്യാണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ്, കല്യാണത്തിന് എന്തോ ഒരു സംഭവമായിരുന്നു. അപ്പം ഞങ്ങൾ രാത്രിയിൽ വാപ്പിച്ചിനെ കാണാൻ വേണ്ടി പോയി. രാത്രിയല്ല, ഒരു സന്ധ്യ ആയപ്പോൾ, ഒരു 5-6 മണിയായപ്പോൾ ഞങ്ങൾ വാപ്പിച്ചിനെ കാണാൻ വേണ്ടി പോയി. ചാച്ചിക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ വാപ്പിച്ചി. അധികം ദൂരമൊന്നുമില്ല, മാനന്തവാടി 5-ാം മൈലിൽ നിന്ന് വാപ്പിച്ചീൻ്റെ അടുത്തേക്ക് അധികം ദൂരമൊന്നുമില്ല, ഒരു മണിക്കൂർ ഡ്രൈവ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വാപ്പിച്ചീനെ കാണാൻ പോയ സമയത്ത് ആരോ വാപ്പിച്ചിയോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മക്കൾ വന്നിട്ടുണ്ട് കാണാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കറിയില്ല സത്യാവസ്ഥ, വാപ്പിച്ചി ഒളിച്ചിരുന്നാണോന്ന്. വാപ്പിച്ചിയുടെ ആൾക്കാർ പറഞ്ഞു വാപ്പിച്ചി ഒളിച്ചിരിക്കാന്ന് ആരോ പറഞ്ഞിങ്ങനെ ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാനും ഇത്തമാരും പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ഇവിടം വരെ വന്നില്ലേ, ഞങ്ങൾ വാപ്പിച്ചിനെ കണ്ടിട്ടാ പോകുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ വാപ്പിച്ചിയുടെ കൊച്ചാപ്പയൊക്കെ പറഞ്ഞു, വാപ്പിച്ചി പുറത്തെവിടെ പോയൊക്കെയാണ്, വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ നിന്നു. 2014 ഈ സംഭവം നടക്കുന്നത്. ഞങ്ങളവിടെ നിന്നു. നല്ലോണം ഇരുട്ടായപ്പോൾ വാപ്പിച്ചി വന്നു. വാപ്പിച്ചി വന്നപ്പോൾ ചാച്ചിക്കൊല്ലി ആ സമയത്ത് കരണ്ടൊന്നുമില്ല, ആ കൊച്ചപ്പാടെ വീട്ടിലൊന്നും കരണ്ടൊന്നുമില്ല ആ സമയത്ത്. അപ്പം ഞങ്ങൾ കാണാൻ വേണ്ടി നിന്നിട്ട് അന്ന് ഞങ്ങൾക്ക് ഇരുട്ടത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ടും പോന്നു, പിന്നെ നെസ്സി അങ്ങോട്ടും പോയി, സുബി വീട്ടിൽ തന്നെയായി. അങ്ങനെ പിന്നെ വാപ്പിച്ചിയുടെ ഒരറിവും ഇല്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആൾക്ക് എൻ്റെ മൂത്താപ്പാടെ മോനോ അങ്ങനെ എന്തോ സുബീൻ്റെ അടുത്ത് പറഞ്ഞു, വാപ്പിച്ചി മക്കളൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല, വെറുതെ പറയണമെന്നാണ് ഞങ്ങൾ വിചാരിച്ച. മക്കളെയൊക്കെ കൊണ്ട് അവിടെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത്ര വിശ്വാസം പോരാ. അങ്ങനെ വാപ്പിച്ചി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളത്ര കാര്യമാക്കാനും പോയില്ല. കാരണം ഞങ്ങളെ കളഞ്ഞിട്ട് പോയ ഒരാളെ നമ്മളത്ര സീരിയസ് ആയി കാര്യമാക്കണ്ട. ഞങ്ങൾ കാണാൻ പോയിട്ടും ഞങ്ങളെ കാണാൻ കൂട്ടാക്കാത്തൊരു വാപ്പിച്ചിനെ ഞങ്ങൾ പിന്നെ
നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. പിന്നീട് ഈ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് ഒരാൾ വാപ്പിച്ചിയുടെ മൂത്ത മോൻ്റെ ഫോൺ നമ്പർ അയച്ചു തന്നു. പുള്ളിയുടെ പേര് ഇന്നതാണെന്നും പറഞ്ഞിട്ട്, ഞാൻ പേര് പറയണില്ല, എൻ്റെ വീഡിയോസ് പുള്ളി കാണാറുണ്ട്, അതുകൊണ്ട് പേര് പറയണില്ല. പുള്ളിയുടെ പേര് ഇന്നതാണ്, കർണാടകയിലാണ്, വൈഫും വേറെ 3 മക്കൾ, 4 മക്കളാണ് ടോട്ടൽ വാപ്പിച്ചിക്കുള്ളത്. ഇപ്പം 2 പെണ്ണും 2 ആണും വൈഫും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ഒരുപാട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു വാപ്പിച്ചി ചെയ്തത് അങ്ങനെ തെറ്റാണ്, അത് നമ്മളിപ്പം മക്കൾ അതിനകത്ത് കുറ്റക്കാരല്ലല്ലോ, ഞങ്ങളും കുറ്റക്കാരല്ല, ആ മക്കളും കുറ്റക്കാരല്ല. അങ്ങനെ കുറേ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഞാൻ വാപ്പിച്ചീനെ വിളിച്ച്, വാപ്പിച്ചി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല കേട്ടോ, വാപ്പിച്ചീനെ കൊണ്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണമെന്നില്ലടാ, അപ്പം വേണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു വാപ്പിച്ചിയോടൊന്ന് ചോദിച്ചു നോക്ക്, ഇങ്ങനെ 3 മക്കളുള്ള കാര്യം ഒന്ന് ചോദിച്ചു നോക്ക്, എന്തെങ്കിലും പറയുമോ എന്നറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ വീഡിയോ വാപ്പിച്ചിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞതാട്ടോ എൻ്റെ അടുത്ത്. വാപ്പിച്ചിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് മോളാന്ന് പറഞ്ഞില്ല, ഇതാരാന്ന് അറിയുമോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പിച്ചി പറഞ്ഞെന്ന് പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ വാപ്പിച്ചി ഈ മോനോട് പറഞ്ഞെന്ന് പറഞ്ഞു, ആരെങ്കിലും കുടുംബക്കാരായിരിക്കും എന്ന് പറഞ്ഞു. വയനാട്ടിലുള്ള ചാച്ചിക്കൊല്ലിയിൽ ഇങ്ങനെ നമ്മുടെ ആരെങ്കിലും കുടുംബക്കാരായിരിക്കും എന്ന്. അത്രേ പോലും അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരും കേട്ടോ. സ്വന്തം മക്കളെ തിരിച്ചറിയാത്ത ഒരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ. എന്നിട്ട് വാപ്പിച്ചി അത് കേട്ടപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിളിക്കണമെന്ന് താല്പര്യമില്ല വാപ്പിച്ചിനെ. കാരണം അവൻ പറഞ്ഞിട്ടുമില്ല. അവൻ പറയാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയാനൊരു സാഹചര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു വാപ്പിച്ചിയോടായിട്ട് പറയാൻ. കാരണം അനിയനും അവൻ്റെ ഉമ്മിച്ചിയും അവരൊക്കെ ഒരുമിച്ച് താമസിക്കണേ. ഈ ഏട്ടൻ മാറിയാണ് താമസിക്കുന്നത്. അപ്പോൾ വാപ്പിച്ചീനെ കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ പോയായിരുന്നു പറഞ്ഞു, എൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഞങ്ങൾ പിന്നെ 2-3 തവണ വീണ്ടും വിളിച്ചിട്ട് പിന്നെ ഇപ്പം 2 ദിവസമായിട്ട് വിളിക്കില്ല. ഇന്നലെ കഴിഞ്ഞ ആഴ്ച എൻ്റെ തൊണ്ടവേദന മാറിയോന്നും ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തൊണ്ടവേദന മാറിയില്ലെങ്കിൽ നല്ലവണ്ണം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഇതൊക്കെ ആക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജൊക്കെ അയച്ചു. ഞാനിപ്പോൾ വിളിക്കാറില്ല. അങ്ങനെ പോവാണ്. അങ്ങനെ വാപ്പിച്ചി എവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. വാപ്പിച്ചി കർണാടകയിലൊന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. വാപ്പിച്ചി ഒരു നേഴ്സിനെയാണ് കെട്ടിയത്. ആ നേഴ്സിൽ 4 മക്കളുണ്ട്, 2 ആണും 2 പെണ്ണും. 2 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. ഈ ഒരു ആങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഒരാങ്ങളുടെ കല്യാണം കഴിയാനുണ്ട്. ഒരനിയത്തിനെ കെട്ടിച്ചിരിക്കുന്നത് തലശ്ശേരിക്കാണ്. മറ്റേ അനിയത്തിനെ കെട്ടിച്ചേക്കുന്നത് എങ്ങടാന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ സത്യത്തിൽ. അത് മാത്രമല്ല, അതിലും വലിയ രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാപ്പിച്ചിയുടെ രണ്ടാമത്തെ മോളുടെ പേര് എന്താ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത്താടെ പേര് സുബൈദ. അപ്പോൾ വാപ്പിച്ചിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളെ, അല്ലെങ്കിൽ പിന്നെ സുബിയുടെ പേരിടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് വാപ്പിച്ചിക്ക് ഓർമ്മയുണ്ടല്ലേ, സുബീനെങ്കിലും ഓർമ്മയുണ്ടല്ലോ, ഞങ്ങളെ 2ആളെയും ഓർമ്മയില്ലെങ്കിലും സുബീനെങ്കിലും ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ആങ്ങളേനോട്. അപ്പോൾ പുള്ളി ചിരിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നിട്ട് ഞാൻ ചോദിച്ചു ഫോട്ടോസ് അയച്ചു തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോസ് അയച്ചു തന്നു. ഞാൻ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ വെക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരൊക്കെ കുടുംബമായിട്ടൊക്കെ ജീവിക്കാൻ തുടങ്ങിയതല്ലേ. ഇനി അവരുടെ ജീവിതത്തിലേക്ക് നമ്മളായിട്ടൊരു ദുഷ്ടത്തരം ഉണ്ടാക്കണ്ട. നമ്മളെ വാപിച്ച് ഇത്രയും കഷ്ടപ്പെടുത്തി ഇത്രയൊക്കെ ചെയ്തെങ്കിലും നമ്മളായിട്ട് അവരുടെ കുടുംബത്തിലേക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഫോട്ടോ വെക്കുന്നില്ല. പിന്നീട് ഞാൻ ഫോട്ടോ വയ്ക്കാൻ ഞാൻ പുള്ളീനെ വിളിച്ചിട്ട്, എൻ്റെ ആങ്ങളേനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചായിരുന്നു അന്ന്, ഞാൻ വീഡിയോ ഇടുകയാണ്, ഫോട്ടോസൊക്കെ വെച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നല്ല ഫോട്ടോസൊക്കെ അയച്ചു തരാത്ത. പുള്ളി മലയാളം സംസാരിക്കില്ല, പുള്ളി കർണാടകമാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കർണാടകം അങ്ങോട്ട് പറയാൻ അറിയില്ല, ഇങ്ങോട്ട് പറയാനൊക്കെ മനസ്സിലാവും. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു തരാം ഇത്ത, എന്നിട്ട് ഇത്ത വെച്ചോ, വാപ്പിച്ചിയുടെ ഒക്കെ നല്ല ഫോട്ടോസ് വെച്ച് തരാം, ഞാൻ വാപ്പിച്ചോട് പറയാമെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഇത് വാപ്പിച്ചോട് പറഞ്ഞോന്നൊന്നും അറിയില്ല, ഞാൻ സ്വന്തം മോളാന്ന് പറഞ്ഞോന്നൊന്നും അറിയില്ല, ഞാൻ വിളിച്ചു നോക്കിയില്ല. പിന്നെ അങ്ങനെ ഇപ്പം എന്താ പറയുക, വാപ്പിച്ചോളാണ് ഇവിടെ ഉള്ളതെന്ന് വിവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും ഭയങ്കര സങ്കടമായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഞങ്ങൾക്ക് കിട്ടേണ്ട ആ സ്നേഹവും ആ വാത്സല്യവും ഒക്കെയാണ് അവർക്ക് വാപ്പിച്ച് കൊടുത്തത്. അവർക്കും കൊടുത്തോട്ടെ, ഞങ്ങളെ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ വാപ്പിച്ചിക്ക് അന്വേഷിക്കായിരുന്നു. വാപ്പിച്ചിയുടെ വീട്ടുകാരായിട്ടൊക്കെ കോണ്ടാക്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. ആ സമയത്തെങ്കിലും ഞങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിക്കായിരുന്നു. അതുവരെ ചെയ്യാത്ത. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനി വാപ്പിച്ചിനെയും മക്കളെയൊക്കെ ചേർത്ത് പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേർത്ത് പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മക്കളോട് ഞങ്ങൾക്ക് മൂന്നാകും ഒരു പരാതിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ തെറ്റുകാരല്ല, ഇതിൽ ഞങ്ങളും തെറ്റുകാരല്ല, മക്കളും തെറ്റുകാരല്ല. അപ്പം ഈ മക്കളോട് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, ഒരു സങ്കടം. ഞങ്ങൾ ഓക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെയാണ്. ഇപ്പം മൂത്ത മോനക്ക് മാത്രമേ അറിയുള്ളൂ ഞങ്ങളിങ്ങനെ 3 മക്കളുണ്ടെന്ന്. മറ്റവരോട് പറയാന്ന് പുള്ളി പറഞ്ഞത്, അറിയില്ല പറഞ്ഞൊന്നും ഞാൻ വിളിച്ചു നോക്കിയില്ല. പിന്നെ അപ്പം സങ്കടം വരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വാപ്പിച്ച് ഇട്ടിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് വീടില്ല, ഒരു ചെറ്റക്കുടിലാണ് ഉമ്മിച്ചിക്ക് ഇപ്പോൾ വിഷമം അത് കേട്ടിട്ടുണ്ടെങ്കിൽ. ഭക്ഷണം ഇല്ല, ഒരു കർക്കിടക മാസത്തിലാണ് വാപ്പിച്ച് ഇട്ടേച്ച് പോകുന്നത്. ഞങ്ങൾ 3 മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത ഇത്താക്ക് സുബിക്ക് അന്ന് 4 വയസ്സേ ഉള്ളൂ. അതിൻ്റെ ഇളയതാണ് ഞങ്ങൾ 2 പേരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഉമ്മിച്ചിക്കാണെങ്കിൽ 18 വയസ്സോ 19 വയസ്സോ അങ്ങനെ എന്തോ ഉള്ളൂ. 19 തന്നെ ഉണ്ടോയെന്ന് അറിയില്ല. 12 വയസ്സിലായിട്ട് ഉമ്മിച്ചിയുടെ കല്യാണം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പം ആ സമയത്ത് വാപ്പിച്ചി ഇട്ടിട്ട് പോയ ആ ഒരു സാഹചര്യം ആലോചിക്കുമ്പോൾ വാപ്പിച്ചിനെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങളെ വേണമായിരുന്നെങ്കിൽ വാപ്പിച്ചി ഞങ്ങൾ ഇട്ടിട്ട് പോകില്ലല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ആ മക്കളോട് പരാതിയില്ല കേട്ടോ. ഞങ്ങൾക്ക് 3 ആൾക്കും പരാതിയില്ല. പക്ഷേ വാപ്പിച്ചിനെ ഞങ്ങൾക്ക് ഒരിക്കലും ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന് തോന്നണില്ല. ഞങ്ങൾ ഗുണത്തിനും പോകില്ല, ദോഷത്തിനും പോകില്ല. വാപ്പിച്ചിയായി വാപ്പിച്ചിയുടെ പാടായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഇത്തമാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ 3 പൈതങ്ങളെ ഇട്ടിട്ട് പോയിട്ട് ഒരു തവണ പോലും വാപ്പിച്ചി അന്വേഷിക്കാൻ വന്നില്ല. ഒരു തവണ പോലും ഞങ്ങളുടെ ജീവിതം എന്തായി, ഞങ്ങൾ മരിച്ചോ, ഞങ്ങൾ ജീവിച്ചോ, ഒരു സാധനം വീട്ടിലില്ല, കിടക്കാനൊരു സ്ഥലമില്ല, ഒരു ചെറ്റക്കുടലിൽ എൻ്റെ ഉമ്മിച്ചിനെ 3 മക്കളെ ആക്കിയിട്ട് വാപ്പിച്ച് പോയ സ്ഥിതിക്ക് ആദ്യം ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്ക് വാപ്പിച്ചിനെ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ഓരോ ഫ്രണ്ട്സൊക്കെ അയൽവാസികളൊക്കെ വാപ്പയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളുടെയും വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ വലുതായി വന്നപ്പോൾ ഞങ്ങളുടെ വാപ്പാനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം ഇപ്പം തന്നെ ഒരേ പാട്ടൊക്കെ വാപ്പാനെ കുറിച്ച് ഒരേ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആ പാട്ട് ഞാൻ കേൾക്കില്ല. കാരണം എന്താ, ഞങ്ങളുടെ വാപ്പ അങ്ങനത്തെ നല്ല വാപ്പയല്ല. അതുകൊണ്ട് ആ പാട്ടൊക്കെ ഞാൻ അതേസമയത്ത് ഉമ്മിച്ചിയുടെ പാട്ടൊക്കെ, ഉമ്മമാരുടെ പാട്ടൊക്കെ കേട്ടാൽ ഞാനത് 10 പ്രാവശ്യമെങ്കിലും കേൾക്കും. എൻ്റെ ഉമ്മിച്ചി അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ 3 എല്ലാവർക്കും ആലോചിക്കാമല്ലോ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സപ്പോർട്ടില്ലാതെ ഞങ്ങളുടെ ഉമ്മിച്ചി 3 മക്കളെ വളർത്തി എന്ന് പറയുമ്പോൾ, അതും വയനാട്ടിൽ. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് വാപ്പിച്ചി ഞങ്ങൾ ഇച്ചിരി വലുതായി കഴിഞ്ഞ പിന്നെ വാപ്പിച്ചിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് അത് കൂസലായിട്ട് ഫീൽ ചെയ്യാറില്ലായിരുന്നു. ഇപ്പോഴും ഉപ്പാൻ്റെ വെയിലാണ് ഞാൻ കൊണ്ടതാണെന്നൊക്കെ ഉള്ള പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടേ എനിക്കിഷ്ടമല്ല. അങ്ങനത്തെ ഒരു അത്രയ്ക്ക് ഫീലിംഗ് ആണ് അതൊക്കെ. കാരണം വാപ്പ എന്താ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. വാപ്പ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ വാപ്പാനെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഇനി ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് 3 ആക്കാൻ പറ്റില്ല. പിന്നെ വാപ്പിച്ച് പോയ സമയത്ത് ഉമ്മിച്ചിയുടെ ആൾക്കാരൊക്കെ പറയുന്നിട്ടുണ്ട്, നെസ്സി എൻ്റെ 2ാമത്തെ ഇത്ത ഭയങ്കര കരച്ചിലും കുറേ കാലം അവൾ കരയായിരുന്നു. കാരണം വാപ്പിച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നെസ്സിനെ. അവൾ കുഞ്ഞു കൊച്ചാണ്. ഞാൻ കുഞ്ഞതായതുകൊണ്ട് തന്നെ വാപ്പിച്ചി അവളെ എടുത്തുകൊണ്ട് നടക്കാനും നെഞ്ചത്ത് കിടത്തിയായിരുന്നു ഉറക്കമുള്ളൂ വാപ്പിച്ചിയുടെ. അങ്ങനെ വാപ്പിച്ച് പോയ സമയത്ത് അവളെയും കൊണ്ട് ഉമ്മിച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടെന്ന് ഉമ്മിച്ചിയും പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇപ്പോഴും നെസ്സിക്ക് വാപ്പിച്ചിയുടെ കാര്യം പറയുമ്പോൾ അവൾ കരയുകയും ചെയ്യും. അവൾക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പം എനിക്കറിയില്ല, ഞാൻ 2014 വരെ വാപ്പിച്ചിനെ കാണണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവളുടെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ വാപ്പിച്ചിനെ കാണാൻ പോയത് തന്നെ. പക്ഷെ അന്ന് വാപ്പിച്ചി അങ്ങനെ ഞങ്ങളോട് പെരുമാറിയെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഇച്ചിരി മാറ്റം വന്നെന്ന് തോന്നുന്നുണ്ട്. നെസ്സിക്ക് എപ്പോഴും ടെൻഷനായിരുന്നു, വാപ്പിച്ചി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വിദ്യാഭ്യാസം കിട്ടാതായി പോയത്. ഉമ്മിച്ചി ചെയ്തു, ഉമ്മിച്ചിനെ കൊണ്ട് പറ്റണതെല്ലാം ഉമ്മിച്ചി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു. പക്ഷേ
വാപ്പ ഉണ്ടെന്ന് ഞങ്ങൾ ഓർക്കും. മൂത്താപ്പാടെ മക്കളും കൊച്ചപ്പാടെ മക്കളൊക്കെ ജീവിക്കണ കാണുമ്പോൾ വാപ്പാന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ജീവിക്കണ കാണുമ്പോൾ ഞങ്ങൾ പലതാണ് ഓർത്തിട്ടുണ്ട്. ഞങ്ങളുടെ വാപ്പിച്ചി മരിച്ചു പോയതായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ സമാധാനിക്കായിരുന്നു. മരിച്ചു പോയതാണല്ലോ എന്ന്. വാപ്പിച്ചി ഏതോ രാജ്യത്ത് ജീവിച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് വാപ്പിച്ചീനെ ഒരുപാട് 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 മിസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 ആക്കും. അതുപോലെ തന്നെ ഉമ്മിച്ചി വേറൊരു കല്യാണം വരെ കഴിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ ഉമ്മിച്ചി ജീവിച്ചു. അപ്പം പിന്നെ അതുകൊണ്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി അവരെ ചേർത്ത് പിടിക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. വാപ്പിച്ചീനെ ഒരിക്കലും ഞങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളെ വേണ്ടാതെ കളഞ്ഞിട്ട് പോയ വാപ്പിച്ചിനെ ഞങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ വാപ്പിച്ചി ഉണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ, വാപ്പിച്ചി ഉണ്ട്, വാപ്പിച്ചി ചിക്ക്മാംഗ്ലൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു, ഒരു നേഴ്സിനെയാണ് കെട്ടിയിരിക്കണേ, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ സങ്കടം വരും. പിന്നെ എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ വിധി, അത്രയല്ലേ പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാട്ടോ. നിങ്ങൾ ഒരുപാട് ലോങ് വീഡിയോ ഞാൻ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മുഷിപ്പിക്കാൻ പാടില്ലല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഞങ്ങളും തിരിച്ച് സ്നേഹിക്കണ്ടേ. നിങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് അറിയാനും അത് ഫീലിംഗ് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഓരോ കമൻറ്റിലും അതിൻ്റെ ആ സ്നേഹത്തിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ മെസ്സേജ് റിപ്ലൈ തരാറുണ്ട്, പരമാവധി ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരാറുണ്ട്. ഞാൻ റിപ്ലൈ തരാൻ പറ്റാത്തതിൽ ഇവർക്ക് അഹങ്കാരമാണ്, റിപ്ലൈ തരില്ല, ഞാൻ എന്തിനാ മെസ്സേജ് അയക്കണമെന്നൊന്നും വിചാരിക്കരുത്. എല്ലാവർക്കും ഇപ്പം തന്നെ ഞാൻ എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാ നാട്ടിൽ വരുമ്പോൾ ഞാൻ വീഡിയോ പ്രത്യേകിച്ച് പറയാം. നമുക്ക് കാണാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ കാണാം, എല്ലാവർക്കും കാണാൻ പറ്റില്ല. എല്ലാവർക്കും ഒക്കെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. ഓക്കെ, എന്നാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാട്ടോ. എനിക്ക് നിങ്ങളോട് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സംസാരിക്കാനും ഉണ്ട്, അത്രയ്ക്ക് കാണണമെന്നും സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. ഓരോ കമൻസ് കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്നോടുള്ള സ്നേഹം, എൻ്റെ മക്കളോടുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഞങ്ങൾക്കും എൻ്റെ മക്കൾക്കായാലും ഞങ്ങൾക്കും അതുപോലെ അങ്ങോട്ട് സ്നേഹമുണ്ട്. പിന്നെ ഈ എല്ലാവരോടും ഞാൻ വീണ്ടും വരാട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സപ്പോർട്ട്, സ്നേഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാവണം കൂടെ. ഓക്കെ, എന്നാൽ ബൈ.